രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ തിങ്കളാഴ്ചയും കൃത്യം 12 മണിക്ക് നിങ്ങൾക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടും. എല്ലാ ചൊവ്വാഴ്ചയും 12 മണിക്ക് രാധയുടെ പ്രണയം കിട്ടും. എല്ലാ ബുധനാഴ്ചയും 12 മണിക്ക് ശ്രീബുദ്ധൻ്റെ ജീവിതകഥകൾ കിട്ടുന്നു. ജനനം മുതൽ മരണം വരെയുള്ള സംഭവം. എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതി. എല്ലാ വെള്ളിയാഴ്ചയും ഇതാ നമ്മൾ ഇന്ന് അവതരിപ്പിക്കുന്ന ധർമ്മപദം. അതെന്താണെന്ന് ഞാൻ വിശദമാക്കി തരാം. അതേ വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ടായിരിക്കും. ശനിയാഴ്ചയും കഴിയുന്നിടത്തോളം ഞാൻ എന്തിടുന്നതാണ്, സ്പോക്കൺ ഇംഗ്ലീഷ് ഇടുന്നതാണ്. ഇതുകൂടാതെ ജ്യോതിഷമുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ, വർഷത്തിൽ ജനിച്ചവരുടെ ഫലങ്ങളുണ്ട്. അപ്പോൾ ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലങ്ങളുണ്ട്. അതൊക്കെ ഞാൻ പ്ലേലിസ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് 11 എപ്പിസോഡ് വരെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇടുക. പിന്നെ കൊല്ലത്ത് എൻ്റെ അടുത്ത് വന്ന് പഠിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ പഠിക്കാം, അത് വേറൊരു കാര്യം. അല്ലെങ്കിൽ നിങ്ങൾ ഇത് നോക്കിയാൽ മതി. അപ്പം നമുക്ക് ബുദ്ധൻ്റെ, പിന്നെ കഠിന കൃഷ്ണഭക്തനായിരുന്ന ഞാൻ എങ്ങനെ രാധാഭക്തനായി എന്ന കഥ, അത് ഈ വീഡിയോയ്ക്കകത്തുണ്ട്. പ്ലേലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് എല്ലാം കിട്ടുന്നതാണ്. അതേ കണക്കാണ് ഒരിടത്തൊരിടത്തൊരു അച്ഛനുണ്ടായിരുന്നു. പിന്നെ അഷ്ടാവക്ര ഗീത ഒരിക്കലും മിസ് ചെയ്യരുത്. ഒരിക്കലും നിങ്ങൾ, അതായത് അഷ്ടാവക്ര ഗീത നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തൊക്കെ കേട്ടിട്ടും കാര്യമില്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കേൾക്കുമല്ലോ. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം മണിപത്മേഹും. ബുദ്ധം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ
രാധേ രാധേ രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. നമ്മുടെ മാതാവ്, എൻ്റെ മാതാവ് രാധാറാണി കി ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരിത്തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മ കി ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മ കി ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ, ആപത്തുകൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മ കി ജയ്. അപ്പോൾ നിങ്ങൾ കേൾക്കുക, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അവതാരമാണ് ശ്രീബുദ്ധൻ. കൃഷ്ണ അവതാര കാലത്ത് കൃഷ്ണൻ ധർമ്മം സ്ഥാപിക്കാനാണ് വന്നത്. ഈ പ്രപഞ്ചം നിറയെ ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി മാത്രമാണ് കൃഷ്ണൻ വന്നത്. എന്നാൽ ഈ കൃഷ്ണൻ സ്ഥാപിച്ച ധർമ്മം എങ്ങനെ നമ്മൾ നിലനിർത്തണം, ആ ധർമ്മത്തിൻ്റെ ഉദ്ദേശമെന്ത്, ധർമ്മത്തിലൂടെ എങ്ങനെ മോക്ഷത്തിലേക്ക് പോകാം, ഇത്തരം കാര്യങ്ങൾ കൃഷ്ണാവതാര കാലത്ത് ഭഗവാന് പറയാൻ പറ്റിയില്ല. കാരണം ആ അവതാര സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഉദ്ദേശം ധർമ്മം സ്ഥാപിക്കുക എന്നതായിരുന്നു. ആ ധർമ്മത്തിലൂടെ മോക്ഷം നേടാൻ കഴിയും. അപ്പോൾ ജനങ്ങളെ മുഴുവനും ധർമ്മം എന്തെന്ന് പഠിപ്പിക്കണം. വെറുതെ എല്ലാവരും ധർമ്മം ധർമ്മം എന്ന് കേൾക്കുന്നതേ ഉള്ളൂ. ആ ധർമ്മം എന്താണെന്ന് പഠിപ്പിച്ച് അവരെ മോക്ഷമാർഗത്തിലേക്ക് നയിക്കണം. അതിനു വേണ്ടിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ശ്രീബുദ്ധനായിട്ട് ജന്മമെടുത്തത്. അങ്ങനെ ശ്രീബുദ്ധ ഭഗവാന് ജ്ഞാനോദയം കിട്ടി. ജ്ഞാനോദയം കിട്ടിക്കഴിഞ്ഞപ്പോൾ ശ്രീബുദ്ധ ഭഗവാൻ ഒരു വലിയ സംശയം അലട്ടിയിരുന്നു. അത് മറ്റൊന്നുമല്ല, ഈ ജ്ഞാനോദയം തന്നിൽ തന്നെ ഒതുക്കി വെക്കണമോ, അതോ ഞാൻ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവർക്കും അത് പകർന്നു കൊടുക്കണമോ? അദ്ദേഹം 2-3 ദിവസം അസ്വസ്ഥനായിരുന്നു. വീണ്ടും ധ്യാനത്തിലായി. അപ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് താൻ ആരാണെന്നും താൻ എന്തിനാണ് ഭൂമിയിലേക്ക് വന്നതെന്നും. അപ്പോൾ ബോധോദയം കിട്ടിക്കഴിഞ്ഞപ്പോൾ, ജ്ഞാനോദയം കിട്ടിക്കഴിഞ്ഞപ്പോൾ തനിക്കുണ്ടായ താൻ കണ്ട കാര്യങ്ങൾ, അപ്പൊ എങ്ങനെ മോക്ഷത്തിലേക്ക് എത്താം, പ്രപഞ്ച സത്യമെന്തെന്ന്, പ്രപഞ്ച രഹസ്യമെന്തെന്ന് മനസ്സിലാക്കി ബുദ്ധൻ. ഓർമ്മിക്കുക, ബുദ്ധൻ ഒരു അസാധാരണ സംഭവമാണ്. നിങ്ങൾ ബുദ്ധനിലേക്ക് അടുത്തു പോയാൽ പിന്നെ ബുദ്ധനെ വിട്ട് നിങ്ങൾ പോകില്ല. അത്രയ്ക്ക് അട്രാക്റ്റീവ് പവറാണ് ബുദ്ധനുള്ളത്. അപ്പോൾ ബുദ്ധൻ എന്ത് ചെയ്തു? താൻ എന്താണോ കണ്ടത്, താൻ എന്താണോ അനുഭവിച്ചത്, അത് ബുദ്ധൻ ഓരോരോ സൂക്തങ്ങളായിട്ട് എഴുതി വെച്ചു. ആ സൂക്തങ്ങളാണ് ധർമ്മപദം എന്ന് പറയുന്ന പുസ്തകം. അതൊരു ബൃഹത് ഗ്രന്ഥമാണ് ധർമ്മപദം. വാങ്ങിക്കാനൊക്കെ വലിയ പാടാണ് അത് കിട്ടാൻ. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ തീരുമ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന സൂക്തങ്ങൾ വീഡിയോ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട്. ഇത് പാലി ഭാഷയിലാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് എഴുതിയിരിക്കുന്നത്. ആ പാലി ഭാഷയിൽ നിന്ന് അത് മലയാളത്തിലേക്കാക്കി, മലയാളത്തിൽ നിന്ന് അത് ഇംഗ്ലീഷിലേക്കാക്കി, ആ 2-3 രീതിയിലും ഞാനത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ അത് നോക്കിയിട്ട് നിങ്ങളൊരു പുസ്തകത്തിനകത്ത് അതെന്ത് ചെയ്യുക, നിങ്ങൾ എഴുതിയെടുക്കുകയാണ് വേണ്ടത്. ഈ ധർമ്മപദത്തിൽ ഒരുപാട് ശ്ലോകമുണ്ട്. അതിൽ നമുക്ക് മോക്ഷമാർഗത്തിലേക്ക് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് എടുക്കുന്നത്. അല്ലെങ്കിൽ വർഷങ്ങൾ വരെ വേണ്ടി വരും. അത്രയ്ക്ക് ഒരു മഹത്തായ ഒരു പുസ്തകമാണ് ആരെന്ന് പറയുന്നത് ധർമ്മപദം. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ധർമ്മപദം തുടങ്ങാം. 1-ാമത്തെ സൂക്തം ഒരു കൗതുകത്തിന് വേണ്ടി മാത്രം ഈ 1-ാമത്തെ സൂക്തം ഞാൻ പാലി ഭാഷയിൽ എഴുതിയിരിക്കുന്നത് വായിച്ചു തരാം. നമുക്ക് സ്ഥിരമായിട്ടത് വേണ്ട, ഞാനത് മലയാളത്തിലേക്കാക്കാം. ബുദ്ധൻ എഴുതി വെച്ചത് ഇങ്ങനെയാണ്. 1-ാമത്തെ ശ്ലോകം പാലി ഭാഷയിൽ ഇങ്ങനെയാണ്: മനോ പുബ്ബംഗമാ ധർമ്മ മനോ സേഢ മനോമയ മനസാജേ പതുഠേന ഭാസതി വാ കരോതി വാ തതോനം ദുഃഖം
അന്വേതി ചക്കം വാ വകതോ പദ. ഇങ്ങനെയാണ് പാലി ഭാഷയിൽ എഴുതി വച്ചിരിക്കുന്നത്. അതൊരു കൗതുകത്തിന് വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി അങ്ങനെ നമ്മൾ പാലിയിലേക്ക് പോകണ്ട. അപ്പോൾ ഒന്നാമത്തെ ശ്ലോകം ഞാൻ വായിക്കാം. അത് ഞാൻ വായിച്ചതിനെ മലയാളീകരിച്ച് നിങ്ങൾക്ക് സൂക്തമായി തരികയാണ്. ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക, എഴുതിയെടുക്കണ്ട. അവസാനം ഞാനിത് വീഡിയോ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബുദ്ധൻ്റെ ധർമ്മപദമെന്ന ഏറ്റവും വിശിഷ്ടമായ ഗ്രന്ഥം, ഈ ഭൂമിയിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിശിഷ്ടമായ ഗ്രന്ഥം, അതായത് എത്ര കറക്റ്റായിട്ട് അനലൈസ് ചെയ്ത് പറഞ്ഞിരിക്കുന്ന ഒരു പുസ്തകം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എന്ന് ലോകത്തെ പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാർ വരെ പറയുന്നു. അത്രയ്ക്ക് പെർഫെക്റ്റായ കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. കൃത്യമായി ഈ വഴിയിലൂടെ സഞ്ചരിക്കുക. അപ്പോൾ ഒന്നാമത്തെ സൂക്തം, നാം എന്ത് ചിന്തിക്കുന്നുവോ അതാണ് നാം. കേട്ടോണം, ഒന്നാമത്തെ സൂക്തം, നാം എന്ത് ചിന്തിക്കുന്നുവോ അതാണ് നാം. അടുത്ത വരി, നാം എന്താണോ അതെല്ലാം നമ്മുടെ ചിന്തകളോടൊപ്പം ഉദയം കൊള്ളുന്നു. നാം എന്താണോ അതെല്ലാം നമ്മുടെ ചിന്തകളോടൊപ്പം ഉദയം കൊള്ളുന്നു. അടുത്ത വരി, നമ്മുടെ ചിന്തകളാൽ നാം ലോകത്തെ സൃഷ്ടിക്കുന്നു. ഇതാണ് നമ്മൾ ഇന്ന് ആദ്യം പഠിക്കാൻ പോകുന്ന ശ്ലോകം. ഒന്നും കൂടെ പറയാം. നാം എന്ത് ചിന്തിക്കുന്നുവോ അതാണ് നാം. നാം എന്താണോ അതെല്ലാം നമ്മുടെ ചിന്തകളോടൊപ്പം ഉദയം കൊള്ളുന്നു. നമ്മുടെ ചിന്തകളാൽ നാം ലോകത്തെ സൃഷ്ടിക്കുന്നു. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വി ആർ വാട്ട് വി തിങ്ക്. All that we are arises with our thoughts. With our thoughts we make the world. With our thoughts we make the world. അപ്പോൾ ബുദ്ധൻ പറഞ്ഞതിൻ്റെ സാരം എന്താണ്? നാം എന്ത് ചിന്തിക്കുന്നുവോ അതാണ് നാം. അപ്പം നമ്മൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്തൊക്കെയാണോ നമ്മൾ ചിന്തിക്കുന്നത് ആ ചിന്തകളാണ് നാം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നാം എന്താണോ അതെല്ലാം നമ്മുടെ ചിന്തകളോടൊപ്പം ഉദയം കൊള്ളുന്നു. നമ്മുടെ ചിന്തയോടൊപ്പമാണ് എല്ലാം ഉദയം കൊള്ളുന്നത്. അങ്ങനെ നമ്മൾ ചിന്തിച്ച് ഒരു പുതിയ ലോകം തന്നെ സൃഷ്ടിക്കുന്നു. ഇതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി ഞാൻ വ്യക്തമാക്കി തരാം, ശ്രദ്ധിച്ചോളണം. നാം എന്ത് ചിന്തിക്കുന്നുവോ അതാണ് നാം എന്ന് ബുദ്ധൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? നാം എന്ത് ചിന്തിക്കുന്നുവോ അതാണ് നാം. ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഒരു പേരുണ്ട്. നിങ്ങൾ ഇപ്പം എനിക്കൊരു പേരുണ്ട് ദിലീപ്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഞാൻ ദിലീപാണെന്നാണ്. അല്ല, ശ്രദ്ധിച്ചു കേട്ടോ. ഞാൻ എൻ്റെ കാമുകിയെക്കുറിച്ച് ഇപ്പം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നിരിക്കട്ടെ. ഞാൻ എൻ്റെ കാമുകിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പം ഞാനൊരു കാമുകനാണ്. ഇപ്പം എൻ്റെ പേര് കാമുകനാണ്. ബുദ്ധൻ പറഞ്ഞ വരിയായിട്ട് ചേർത്തോളണേ. നാം എന്ത് ചിന്തിക്കുന്നുവോ അതാണ് നാം. അപ്പം ഞാൻ എൻ്റെ കാമുകിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ ഇപ്പം എൻ്റെ പേര് കാമുകനെന്നാണ്. ഞാനിപ്പോൾ രാഷ്ട്രീയമാണ് കൂട്ടുകാരനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ അപ്പം എൻ്റെ പേര് രാഷ്ട്രീയക്കാരനാണ്. ഒരാളെ ഉപദ്രവിക്കുന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ അപ്പം എൻ്റെ പേര് ക്രൂരനെന്നാണ്. ഞാൻ പാചകം ചെയ്യുന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ എൻ്റെ പേര് ഷെഫ് എന്നാണ്, പാചകക്കാരൻ എന്നാണ്. ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ എൻ്റെ പേര് ദുഃഖിതനെന്നാണ്. കണ്ടില്ലേ, മാറി മാറി വരുന്നത് കണ്ടില്ലേ? അപ്പം ഈ ചിന്തകളുടെ മറ്റൊരു പേരാണ് മനസ്സെന്ന് പറയുന്നത്. വളരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗത്തേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അതായത് എന്താണ് മനസ്സ്? ഈ മനസ്സ് എവിടാണ് ഇരിക്കുന്നത്? അതാദ്യം നിങ്ങൾ ആലോചിക്കുക. മനസ്സ് എവിടാണ് ഇരിക്കുന്നത്? മനസ്സ് ഹൃദയത്തിൻ്റെ അടുത്താണോ? കരളിൻ്റെ അടുത്താണോ? അല്ല. മനസ്സെന്നൊരു സാധനം ഇല്ല. പിറന്നു വീഴുന്ന ഒരു കുഞ്ഞിന് ഒരിക്കലും മനസ്സില്ല, അവന് ഹൃദയമുണ്ട്. പിറന്ന് വീഴുന്ന ഒരു കുഞ്ഞിന് ഹൃദയമുണ്ട്, കരളുണ്ട്, വൃക്കയുണ്ട്, സകല അവയവങ്ങളുമുണ്ട്. പക്ഷേ മനസ്സില്ല. മനസ്സില്ലാത്തത് കൊണ്ട് അവൻ എപ്പോഴും ആനന്ദമാണ്. പിന്നെ എന്താണ് മനസ്സ്? നിങ്ങൾ ഓരോന്നിനെ കുറിച്ച് ചിന്തിക്കും. നിങ്ങൾ കുളിക്കാൻ കയറുമ്പോൾ എന്തെങ്കിലും ചിന്തിക്കും. നിങ്ങൾ ബസ്സിലിരിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചിന്തിക്കും.
ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ ചിന്തകളെല്ലാം കൂടെ അടിഞ്ഞു കൂടുന്നതിൻ്റെ പേരാണ് ഏതെന്ന് പറയുന്നത് മനസ്സ്. ഈ മനസ്സില്ലെങ്കിൽ പിന്നെ പരമമായ ആനന്ദമാണെന്ന് ശ്രീബുദ്ധൻ പറയുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പിറന്നു വീഴുന്ന കുഞ്ഞ് ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? അത് എന്ത് തമാശ കണ്ടിട്ടാണ് ചിരിക്കുന്നത്? ആരാണ് കുഞ്ഞിനെ ചിരിക്കാൻ പഠിപ്പിച്ചത്? ആ കുഞ്ഞ് ചിരിക്കുന്നത് ഏതെങ്കിലും തമാശ കേട്ടിട്ടല്ല. പിന്നെയോ മനസ്സില്ലാത്തത് കൊണ്ട് നമ്മുടെ പരമമായ സ്വരൂപം പിറന്നു വീഴുന്ന കുഞ്ഞിൻ്റെ ആ ചിരിയില്ലേ, അതാണ് നമ്മുടെ സ്വഭാവം. ആ ചിരിയെ നമ്മൾ ഇല്ലാതാക്കുന്നത് ചിന്തകൾ കൊണ്ടാണ്. ഒരുത്തനോട് വിരോധം രണ്ട് പൊട്ടുക്കണം, അപ്പം നമ്മുടെ പുറത്തുനിന്ന് ആ പുഞ്ചിരി അങ്ങ് മാഞ്ഞുപോയി. കാമുകിയെ കിട്ടിയില്ലെങ്കിൽ അവളെ ഇനി എന്ത് ചെയ്ത് വശീകരിക്കണം? അപ്പം നമ്മുടെ ചിന്തകൾ വീണ്ടും പോയി. ഒരു നിമിഷം നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തേ, ഒരൊറ്റ നിമിഷത്തേക്ക് നിങ്ങളുടെ സകല ചിന്തകളും നിന്നുപോകും. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തു നോക്കേ. ഒരു സെക്കൻഡ് നിങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഒന്നിനെ കുറിച്ചും നിങ്ങൾ ചിന്തിക്കുന്നില്ല, യാതൊന്നിനെ കുറിച്ചും. ഉഗ്രനൊരു ഐഡിയ ആണ് ഞാൻ പറയുന്നത്. ബുദ്ധൻ പറയുന്നത് ഒരൊറ്റ നിമിഷം നിങ്ങൾ ഒന്നിനെ കുറിച്ചും ചിന്തിക്കുന്നില്ല. അപ്പം നിങ്ങൾ ആരായിരിക്കും? നിങ്ങൾക്കൊരു ഉത്തരവും പറയാൻ പറ്റത്തില്ല. നിങ്ങൾ ഒരു നിമിഷം ഒന്നിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല. ആ ഒരു നിമിഷം നിങ്ങൾ ഹിന്ദുവാണോ? അല്ല. കാരണം എന്തെങ്കിലും ചിന്തിച്ചാലല്ലേ പറയാൻ പറ്റൂ. ആ ഒരു നിമിഷം നിങ്ങൾ ഹിന്ദുവല്ല, മുസൽമാനല്ല, ക്രിസ്ത്യാനിയല്ല. കാരണം ചിന്തകളെല്ലാം നിലച്ചിരിക്കുകയാണ്. അപ്പോൾ ഒന്നിനെ കുറിച്ചും നിങ്ങൾ ചിന്തിക്കാതിരുന്നാൽ പിന്നെ ഗീതയില്ല, ബൈബിളില്ല, ഖുറാനില്ല, എല്ലാം അപ്രത്യക്ഷമായി കഴിഞ്ഞു. എന്തിനു പറയുന്നു? നിങ്ങൾക്ക് നിങ്ങളുടെ പേര് പോലും ഉച്ചരിക്കാൻ പറ്റുമോ? ഒന്ന് ചിന്തിച്ചു നോക്കെ. നിങ്ങൾക്ക് നിങ്ങളുടെ പേര് പോലും അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾക്ക് പേര് പോലുമില്ല. ഒരു നിമിഷം നിങ്ങളുടെ ചിന്തകൾ നിലച്ചാൽ, അങ്ങനെ നിലയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക്. എപ്പോഴ്? ഗാഠനിദ്രയിൽ. നിങ്ങൾ പറയത്തില്ലേ സ്വപ്നം പോലും കാണാതെ ഉറങ്ങി എന്ന് പറയത്തില്ലേ? നിങ്ങൾ സ്വപ്നങ്ങൾ പോലും കാണാതെ ഉറങ്ങി എന്തു സുഖമായിരുന്നു എന്നല്ലേ പറയുന്നത്? ഒന്നും അറിഞ്ഞില്ലടേ. കണ്ടോ? അങ്ങനെ ഗാഠനിദ്രയിൽ സ്വപ്നങ്ങൾ പോലും കാണാതെ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ ഹിന്ദുവാണോ? നിങ്ങൾ മുസൽമാനാണോ? അന്നേരം ഭഗവത്ഗീതയുണ്ടോ? അന്നേരം ഖുറാനുണ്ടോ? ആ സമയത്ത് കൃഷ്ണനുണ്ടോ? ക്രിസ്തു ഉണ്ടോ? നബിയുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. പിന്നെയോ ആനന്ദം, പരമമായ ആനന്ദം മാത്രം. എന്ന് മാത്രമാണോ? ഒരു നിമിഷം നിങ്ങളുടെ മനസ്സെന്ന സാധനം ഒരു നിമിഷത്തേക്ക് ഇല്ലാതാക്കിയാൽ, മനസ്സെന്ന സാധനത്തെ ഇല്ലാതാക്കാൻ ഒരു നിമിഷം ഭയങ്കര എളുപ്പമാണ്. ഒന്നും ചിന്തിക്കുന്നില്ല. അങ്ങനെ ഇല്ലാതാക്കിയാൽ എല്ലാ ഭാഷകളും അപ്രത്യക്ഷമായി. പിന്നെ ഭാഷയില്ല, അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ അവസ്ഥയിൽ എത്തുന്നുണ്ട്. എപ്പോഴാണ്? ഗാഠനിദ്രയിൽ, സ്വപ്നം പോലും കാണാത്ത അവസ്ഥയിൽ നിങ്ങൾക്ക് എന്ത് ഭാഷ? ഒന്ന് ചിന്തിച്ചു നോക്കെ. സ്വപ്നം പോലും കാണാതെ കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഭാഷയുടെ ആവശ്യമില്ല. ഭാഷയുടെ യാതൊന്നുമില്ല. ഹിന്ദുവല്ല, മുസൽമാനില്ല. അപ്പം ഭഗവത്ഗീതയും വേണ്ട, ഖുറാനും വേണ്ട, ബൈബിളും വേണ്ട, ക്രിസ്തുവുമില്ല, നബിയും ഇല്ല, കൃഷ്ണനും ഇല്ല, ആരുമില്ല. എല്ലാവരും അപ്രത്യക്ഷമായി. ഭാഷയില്ല. അതുകൊണ്ടാണ് ബോധോദയം കിട്ടിയവൻ, ജ്ഞാനിയായിരിക്കുന്നവൻ മൗനിയാകുന്നത്. ജ്ഞാനികൾ അധികം മിണ്ടുന്നില്ല. എന്തുകൊണ്ട്? മിണ്ടാനൊന്നുമില്ല. സകലതും നിലച്ചു. നിങ്ങൾക്ക് മിണ്ടണമെങ്കിൽ കൃഷ്ണൻ വേണം, ക്രിസ്തു വേണം, നബി വേണം, ഖുറാൻ വേണം, ബൈബിള് വേണം, ഭർത്താവ് വേണം, ഭാര്യ വേണം, മക്കൾ വേണം. പിന്നെ ഇന്ത്യക്കാരനാകണം, അമേരിക്കക്കാരനാകണം, എന്നാലല്ലേ മിണ്ടാൻ പറ്റൂ. അപ്പൊ ചിന്തകൾ നിലച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിണ്ടാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഹിമാലയത്തിലൊക്കെ യോഗികൾ ഒന്നും മിണ്ടത്തില്ലല്ലോ. അവരിങ്ങനെ ഇരിക്കുകയാണ്. ചിന്തകൾ നിലച്ചു കഴിഞ്ഞാൽ പിന്നെ ശൂന്യത, ഒന്നുമില്ല. ആ അവസ്ഥയ്ക്കാണ് മോക്ഷം അഥവാ ബോധോദയം എന്ന് പറയുന്നത്. ഓർമ്മിക്കുക, ഗാഠനിദ്രയിൽ നിങ്ങൾ മോക്ഷം പ്രാപിക്കുന്നു. ഗാഠനിദ്രയിൽ നിങ്ങൾക്ക് ബോധോദയം ഉണ്ടാകുന്നു. സ്വപ്നം പോലും കാണാതെ ഉറങ്ങുന്ന ഗാഠനിദ്രയിൽ നിങ്ങൾക്ക് ബോധോദയം ഉണ്ടാകുന്നു. പക്ഷെ എന്താ പ്രശ്നം? ഉണർന്നു കഴിയുമ്പം വീണ്ടും ചിന്തകൾ കയറി അതില്ലാതാകുന്നു. അപ്പോൾ ഇങ്ങനെ ഉണർന്നിരിക്കുന്ന ഈ അവസ്ഥയിലും യാതൊരു ചിന്തകളുമില്ലാതെ നിങ്ങൾ ആ ഗാഠനിദ്രയിൽ ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയുണ്ടല്ലോ. ചിന്തിച്ചു നോക്കെ. സ്വപ്നം പോലും കാണാതെ ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥ, ആ അവസ്ഥ ഈ ഉണർന്നിരിക്കുന്ന അവസ്ഥയിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ബോധോദയം പ്രാപിച്ചു.
നിങ്ങൾ ജ്ഞാനോദയം പ്രാപിച്ചു. ആ ജ്ഞാനോദയമാണ് ആര് പ്രാപിക്കുന്നത്? മുനികള് പ്രാപിച്ചിരിക്കുന്നത്. ഇത് കാരണമാണ് ബുദ്ധൻ, വളരെ ശ്രദ്ധിക്കുക, അസാധാരണമായ ഒരു പദം ഉപയോഗിച്ചു. അതിനു മുമ്പോ അതിനു ശേഷമോ ആരും അങ്ങനൊരു പദം ഉപയോഗിച്ചിട്ടില്ല. ഈ പ്രപഞ്ചത്തിൽ ബുദ്ധന് മുമ്പും ബുദ്ധന് ശേഷവും ഒരു മനുഷ്യനും ഉപയോഗിച്ചിട്ടില്ലാത്തൊരു പദം ബുദ്ധൻ ഉപയോഗിച്ചു. സകല ചിന്തകളും ഒരു നിമിഷം നിലച്ചാൽ അവശേഷിക്കുന്നൊരവസ്ഥയുണ്ട്, ശൂന്യത. ആ ശൂന്യതയ്ക്ക് എല്ലാവരും ആത്മാവെന്നാണ് വിളിക്കുന്നത്, സെൽഫ്. ബുദ്ധൻ മാത്രം പറഞ്ഞു ആത്മാവല്ല, ആത്മാവിലും ഞാൻ എന്ന ഭാവമുണ്ട്. ബുദ്ധൻ അതിനെ വിളിച്ചത് അനാത്മാവ്, നോ സെൽഫ്. ശ്രദ്ധിച്ചേക്കുക, നമ്മൾ പറയുന്ന ആത്മാവില്ലേ, അതുമില്ല. ബുദ്ധൻ പറയുന്നത് സകല ചിന്തകളും നിറച്ചാൽ പിന്നെ ഒരു ശൂന്യത, അത് ആത്മാവുമില്ല. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ബുദ്ധൻ പറഞ്ഞു ആത്മാവല്ല, അനാത്മാവ്. സകലതും ഇല്ലാതായി. ആത്മാവെന്ന് പറഞ്ഞാൽ സെൽഫ്, അനാത്മാവെന്ന് പറഞ്ഞാൽ നോ സെൽഫ്. ആത്മാവിൽ അല്പം ഈഗോ ഉണ്ടെന്നാണ് ബുദ്ധൻ പറയുന്നത്. അപ്പൊ ചിന്തകൾ നിൽക്കുമ്പോൾ ഞാൻ എന്ന ചിന്ത തീരുന്നു. ആ ഞാൻ എന്ന ചിന്തയാണ് ആത്മാവെന്നാണ് ബുദ്ധൻ പറയുന്നത്. പിന്നെ നമ്മളൊക്കെ പറയുന്ന ആത്മാവിൻ്റെ യഥാർത്ഥ പേര് അനാത്മാവെന്നാണ് ബുദ്ധൻ പറയുന്നത്. നിങ്ങൾ വിളിക്കുന്ന ആത്മാവെന്ന പദം പോലും ശരിയല്ല. നിങ്ങൾ ഇപ്പോൾ പറയുന്ന ആത്മാവെന്ന പദത്തിൽ ഈഗോ ഉണ്ട്, അതുമില്ലാത്ത അവസ്ഥയാണ്, അത് അനാത്മാവാണെന്നാണ് പറയുന്നത്. ശ്രദ്ധിച്ചിട്ടോണേ, നമ്മുടെ പ്രാചീന ഗുരുക്കന്മാർ പറയും ഈ കാണുന്ന ലോകം മായയാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഈ ലോകം മായയാണെന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. പ്രാചീന ഗുരുക്കന്മാർ പറയുന്ന ലോകം ഏത് ലോകത്തെക്കുറിച്ചാണ്? അത് നിങ്ങൾ പല നമ്മുടെ ആചാര്യന്മാര് തെറ്റായിട്ട്, ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ ശാപം കുറെ ആചാര്യന്മാരാണ് വന്ന് വേണ്ടാത്ത കണക്ക് വ്യാഖ്യാനിച്ചു പോകും. അതൊക്കെ തിരുത്താനാണ് ശ്രീബുദ്ധൻ വന്നത്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. ഈ ലോകം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വൃക്ഷങ്ങളും നദികളും കടലുകളും പർവ്വതങ്ങളും നിങ്ങൾ കാണുന്ന മക്കളും ആ ലോകമല്ല മായ. അത് ആദ്യം മനസ്സിലാക്കുക. പിന്നെയോ ഏത് ലോകമാണ് മായ എന്ന് പറയുന്നത്? അപ്പൊ ഈ ലോകം സത്യം തന്നെയാണ്. പിന്നെയോ ഓരോ ചിന്തകൾ കൊണ്ട് നിങ്ങളൊരു ലോകം സൃഷ്ടിക്കും. ആ ലോകത്തെയാണ് എന്ത് പേര് വിളിക്കുന്നത്? മായ. ഇപ്പൊ ശ്രദ്ധിച്ചു കേട്ടോ, ഞാൻ പറഞ്ഞു തരാം. ഒരു പോലീസ് ഓഫീസർ നിങ്ങളോട് വളരെ മോശമായിട്ട് പെരുമാറുമ്പം നിങ്ങൾ സഹിച്ചു നിൽക്കുകയാണ്, ഒന്നും മിണ്ടാൻ വയ്യ. ആ പോലീസ് ഓഫീസർ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ നിങ്ങൾ അങ്ങ് ഇമാജിൻ കാണും, നിങ്ങൾ പോലീസ് ഓഫീസറേക്കാൾ വലിയൊരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനാണ്. അതറിയാതെ പോലീസ് ഓഫീസർ വരുമ്പോൾ നിങ്ങൾ അയാളുമായി തർക്കിക്കുന്നു. എന്നിട്ട് പറയുന്നു 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഞാൻ സ്ഥലം മാറ്റിയിരിക്കും. കുറെ കഴിഞ്ഞ് പോലീസ് ഓഫീസർ പറയുന്നു സോറി. നമ്മളങ്ങ് ചിന്തിച്ചു കൂട്ടിയാണ്. ആ ലോകം ഒന്നും ഇല്ലാത്തതാണ്, ആ ലോകം ഇല്ലാത്തയാണ്, ആ സമയത്ത് നിലവിലില്ലാത്തയാണ്. നാളെ കല്യാണം, ഉടനെ നമ്മൾ വിചാരിക്കുകയാണ് ആദ്യ രാത്രിയെക്കുറിച്ച് അങ്ങ് ചിന്തിച്ചു കൂട്ടുകയാണ്. ആ ചിന്തിക്കുന്ന ആ സമയത്ത് ആ ലോകമില്ല, അതും മായ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പ്രാചീന ഗുരുക്കന്മാര് മായ എന്ന് പറഞ്ഞത് എന്തിനെയാണെന്ന് ആദ്യം മനസ്സിലാക്കുക. പ്രാചീന ഗുരുക്കന്മാര് മായ എന്ന് പറഞ്ഞത് ഈ ലോകത്തെക്കുറിച്ചല്ല, ഈ ലോകം സത്യം തന്നെയാണ്. പിന്നെയോ ഓരോന്ന് ചിന്തിച്ച് നിങ്ങൾ ഓരോന്ന് കൂട്ടും. ആ കൂട്ടുന്ന ലോകമാണ് ആരെന്ന് പറയുന്നത്? മായ എന്ന് പറയുന്നത്. അപ്പം ഞാനൊരു കാര്യം പറഞ്ഞുതരാം. എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ആഗ്രഹമായിരുന്നു പൈലറ്റ് ആവുക. പക്ഷേ എൻ്റെ അമ്മ ഒരു കാരണവശാലും പൈലറ്റ് ആകാൻ എന്നെ അനുവദിക്കത്തില്ല. അമ്മ പറയും യോ അത് പറ്റത്തില്ല. പൈലറ്റൊക്കെ അമ്മ പറയുന്ന പ്ലെയിൻ പോയും അപകടം പറ്റും, ജഡം പോലും കിട്ടത്തില്ല. അമ്മയ്ക്ക് പേടിയാണ്. പക്ഷെ ചില സമയത്തൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ചിന്തിക്കും, ഞാൻ ഫ്ലൈറ്റ് ഇങ്ങനെ പറപ്പിക്കുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതും ഒക്കെ ചിന്തിക്കും. ആ ലോകമാണ് മായ. ഞാൻ ചിന്തിച്ചു കൂട്ടുന്ന ഈ ലോകത്തെയാണ് മായ. അപ്പം നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരാണെന്നറിയണമെങ്കിൽ ഇപ്പം ഞാൻ ആരാണെന്നറിയാൻ ഏറ്റവും വലിയ തടസ്സം ചിന്തകളാണ്. ചിന്തകൾ ഇല്ലാതായി കഴിഞ്ഞാൽ ഞാൻ ആരാണെന്നറിയാൻ പറ്റും.
ചിന്തകളെ എങ്ങനെ ഇല്ലാതാക്കാം ധ്യാനത്തിലൂടെ. എന്താണ് ധ്യാനം? വളരെ ശ്രദ്ധിച്ചു വെക്കുക. നിങ്ങൾ തികച്ചും അബദ്ധജടിലമായ ഒരു ധാരണ ധ്യാനത്തെക്കുറിച്ചുണ്ട്. അതുകൊണ്ട് പലരും ധ്യാനത്തിൻ്റെ പേര് പറഞ്ഞ്, മെഡിറ്റേഷൻ്റെ പേര് പറഞ്ഞ് നിങ്ങളെ ചൂഷണം ചെയ്യുന്നുണ്ട്. ഇതാ ഇച്ചിരി മെഡിറ്റേഷൻ ചെയ്താൽ പൂർവ്വജന്മം വരെ കിട്ടും. ഇത് മനസ്സിൽ കിടക്കുന്നുണ്ട്. ചിലർ ഇത് വെച്ചോണ്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് പറയും ഞാൻ കണ്ടു. അല്ല, ബുദ്ധൻ പറയും അതൊക്കെ മായക്കാഴ്ചയാണ്. ജ്ഞാനോദയം കിട്ടിയ ഒരാളുടെ വാക്കാണോ നമ്മൾ കേൾക്കേണ്ടത്, അതോ ഇവിടെ കിടക്കുന്ന കുറെ ഗുരുക്കന്മാർ പറയുന്നതാണോ കേൾക്കേണ്ടത്? ശ്രീബുദ്ധൻ പറയുന്നു എന്താണ് ധ്യാനം. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ചിന്തകളെ ഇല്ലാതാക്കുന്നതിനെയാണ് ധ്യാനം. ആ ധ്യാനത്തിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ എത്താം? വളരെ ശ്രദ്ധിച്ചു കേട്ടോളണം. ധ്യാനത്തിലേക്ക് എത്തുന്നതിന് ഒറ്റ കാര്യം ബുദ്ധൻ പറഞ്ഞു തന്നു. കേട്ടാൽ വളരെ സിമ്പിള്, പക്ഷേ പ്രാവർത്തികമാക്കാൻ അല്പം പാടാം. ഏത് പ്രവൃത്തിയും ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക. ഏത് പ്രവൃത്തിയും ആത്മാർത്ഥതയോടുകൂടി ചെയ്യുമ്പോൾ അതിൻ്റെ പേരാണ് ധ്യാനം. അപ്പം നിങ്ങൾ പറയും അതെന്താ പാട്, ഞാൻ അല്ലെങ്കിൽ തന്നെയും ഏത് പ്രവൃത്തിയും ആത്മാർത്ഥതയോടുകൂടിയാണ് ചെയ്യുന്നത്. അല്ല, ഇപ്പൊ ശ്രദ്ധിച്ചു കേട്ടോ. എന്താണ് ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്ന ജോലി? നമ്മൾ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ ആ പ്രവൃത്തിയിൽ മാത്രം മുഴുകിയിരിക്കുമ്പോഴാണ് അത് ആത്മാർത്ഥതയാകുന്നത്, ധ്യാനമാകുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക. ചിന്തകളെ സാധാരണ മനുഷ്യർക്ക് എങ്ങനെ കീഴടക്കാം? ബുദ്ധൻ പറയുന്നു, നമ്പർ 1, ഏത് പ്രവൃത്തിയും ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക. ഒരാൾ ഒരു ചിത്രം വരയ്ക്കുകയാണ്. ആ ചിത്രം വരയ്ക്കുന്ന അവസരത്തിൽ ഭയങ്കര ആത്മാർത്ഥത, അത്രയ്ക്ക് സൂക്ഷ്മമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അയാൾ ധ്യാനിക്കുകയാണ്. ഒരു ഡോക്ടർ ഓപ്പറേഷൻ നടത്തുകയാണ്. കണ്ടില്ലേ? ഇപ്പൊ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തുന്ന ഒരു ഡോക്ടർ, അല്ലെങ്കിൽ കിഡ്നി, മറ്റേതെങ്കിലും ഒരു ഡോക്ടർ ഒരു ശസ്ത്രക്രിയ നടത്തുമ്പോൾ ആ സമയത്ത് അദ്ദേഹം മറ്റു വല്ലതുമൊക്കെ ചിന്തിച്ചുകൊണ്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് ആലോചിച്ച് നോക്ക്. ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തുന്ന ഒരു ഡോക്ടർ, ആ സമയത്ത് അദ്ദേഹത്തിന് ചിന്തകളില്ല. ആ ഡോക്ടർ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തുന്ന അവസരത്തിൽ അതിലേക്ക് മാത്രം യാതൊരു ഭാഗ്യം. ആ സമയത്ത് ഡോക്ടർക്ക് ഭാര്യയില്ല, മക്കളില്ല, ദേശമില്ല, ഭാഷയില്ല, വേറൊന്നുമില്ല. ആ സമയത്ത് ഒറ്റ കാര്യം, അതിനെയാണ് ആത്മാർത്ഥത. അപ്പോൾ ആ ഡോക്ടർ അവിടെ എന്താ ചെയ്യുന്നത്? ആ ഡോക്ടർ അവിടെ ധ്യാനിക്കുകയാണ് ചെയ്യുന്നത്. അതേ കണക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കാമുകൻ്റെ ബർത്ത്ഡേ, ആ ബർത്ത്ഡേക്ക് വേണ്ടി നിങ്ങളൊരു കൊലാഷ് വീഡിയോ തയ്യാറാക്കുന്നു എന്നിരിക്കട്ടെ. നാളെയാണ് കാമുകൻ്റെ ബർത്ത്ഡേ. അപ്പോൾ അതിനു വേണ്ടി ഒരു കൊലാഷ് വീഡിയോ. ആ സമയത്ത് നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കുന്നില്ലല്ലോ. ഓക്കെ, നിങ്ങൾ പലരും അങ്ങനെ നിർമ്മിക്കുന്നതല്ലേ കൊലാഷ് വീഡിയോ എന്ന് പറഞ്ഞാൽ. അറിയാൻ വയ്യാത്തവർ ഇതിനകത്ത് അമ്മമാരൊക്കെ കാണും. അമ്മമാരെ വേറൊന്നുമല്ല, ഇപ്പോൾ ഉദാഹരണമായിട്ട് അമ്മമാരെ, ഇപ്പം എനിക്കൊരു കാമുകയുണ്ടെന്നിരിക്കട്ടെ എന്നല്ല, കുറേ ആരാധികന്മാരുണ്ട്, അവരെങ്ങനെ അയച്ചു തരുന്നുണ്ട്. ഇവർ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് അറിയാമോ? ഇതിന് നമ്മൾ ഇൻഷോട്ടൊക്കെ എടുത്താൽ കൊലാഷ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ഇപ്പോൾ എനിക്കൊരു കാമുകയുണ്ടെങ്കിൽ എൻ്റെ ബർത്ത്ഡേ വരുമ്പോൾ ആ പെണ്ണ് എൻ്റെ ഫോട്ടോയും ആ പെണ്ണിൻ്റെ ഫോട്ടോയും കൂടെ ചേർത്ത് വെക്കും. അങ്ങനെ പല പല ഫോട്ടോ ചേർത്ത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പ്രണയ ഗാനങ്ങൾ വെച്ചൊരു വീഡിയോ പോലെ നിർമ്മിക്കും. അപ്പോൾ ആ കാമുകന് വേണ്ടി കൊലാഷ് അല്ലെങ്കിൽ വീഡിയോ നിർമ്മിക്കുന്ന അവസരത്തിൽ ആ പെൺകുട്ടിയുടെ മനസ്സിൽ ആ കാമുകൻ മാത്രമേ ഉള്ളൂ. ആ സമയത്ത് അവൾക്ക് അച്ഛനില്ല, അമ്മയില്ല, സുഹൃത്തുക്കളില്ല, ദുഃഖങ്ങളില്ല, പഴയ സംഭവങ്ങളില്ല, ഒന്നുമില്ല. അപ്പൊ ആ കൊലാഷ് നിർമ്മിക്കുന്ന പെൺകുട്ടി എന്ത് ചെയ്യുകയാണ്? ആ പെൺകുട്ടി ആ സമയത്ത് ധ്യാനിക്കുകയാണ്. കാമുകന്മാര് സംസാരിക്കുമ്പോൾ വേറൊന്നും ചിന്തിക്കുന്നില്ല, ഒന്നും ചിന്തിക്കുന്നില്ല, അവര് ധ്യാനിക്കുകയാണ്. നീ എനിക്കൊരു ഉമ്മ തരുമോ എന്ന് ചോദിക്കുമ്പോൾ മറ്റു 100 കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടല്ല ഉമ്മ കൊടുക്കുന്നത്. ഫുട്ബോൾ കളിക്കുമ്പോൾ ഫുട്ബോൾ കളിക്കുമ്പോൾ പന്ത് വരുമ്പോൾ അവൻ മൈതാനത്ത് വേറെ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാം. പന്ത് കളിക്കുന്ന സമയത്ത് അവൻ ഭാര്യയും മക്കളെയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലോ അവൻ ഒറ്റ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് അവൻ ധ്യാനിക്കുകയാണ്. പിന്നെ അവൻ്റെ പ്രശ്നം കളി കഴിയുമ്പോൾ ആ ധ്യാനം വിട്ടു, പിന്നെ പ്രവൃത്തി ചെയ്യുമ്പോൾ അത് വരുന്നില്ല. പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ ധ്യാനാവസ്ഥയിൽ നിൽക്കുന്ന ആൾ ഗോൾ കീപ്പറാണ്.
ഗോൾ കീപ്പറാണ് ധ്യാനം. ആ പന്ത് ഗോൾ പോസ്റ്റിലേക്ക് വരുമ്പോൾ അവന്റെ മനസ്സിൽ വേറെ ഒന്നുമില്ല, വേറെ യാതൊന്നുമില്ല. ആ പന്തിലേക്ക് മാത്രം ശ്രദ്ധ ചെലുത്തിയിരിക്കുകയാണ്. ആ പന്തിൽ മാത്രമാണ് അവന്റെ കണ്ണുകള്. ഗോൾ കീപ്പർ അവിടെ ധ്യാനിക്കുകയാണ്. മനസ്സിലായ? പെനാൽറ്റി കിക്ക് എടുക്കുമ്പോൾ കണ്ടില്ലേ, ഗോൾ കീപ്പറും അവനും മാത്രം. അപ്പൊ ആ പന്ത് അടിക്കുന്നവനും ധ്യാനിക്കുകയാണ്, ഗോൾ കീപ്പറും ധ്യാനിക്കുകയാണ്. പന്തടിക്കുന്നവനും ഒറ്റ ലക്ഷ്യം, ഗോൾ കീപ്പർക്കും ഒറ്റ ലക്ഷ്യം, വേറെ യാതൊരുവിധ ചിന്തകളുമില്ല. രണ്ട് മനുഷ്യർ തമ്മിൽ ഇണചേരുമ്പോൾ ആലോചിച്ച് നോക്കെ, നിങ്ങൾ ഈ പരസ്പരം ഇണചേരുകയാണ്, വേറെ എന്തെങ്കിലും ചിന്തയുണ്ടോ നിങ്ങൾക്ക്? ഇണചേരുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കുമല്ലോ, അവിടുന്ന് ഒരു 100 രൂപ ഇട്ടാനുണ്ടായിരുന്നല്ലോ, അയ്യോ അയാൾ വിളിച്ചിട്ട് തിരിച്ചു വിളിച്ചില്ലല്ലോ, ഇങ്ങനെ എന്തെങ്കിലും ചിന്തിക്കുവോ? അമ്മ അസുഖമായിട്ട് കിടക്കുകയാണല്ലോ, ഒന്നും ചിന്തിക്കുന്നില്ല. ഇണചേരുന്നതൊരു ധ്യാനമാണ്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ധ്യാനത്തെക്കുറിച്ച് തെറ്റിദ്ധാരണയാണ്. നിങ്ങളുടെ വിചാരം ഏതെങ്കിലും ഒരു ഗുരുവിൻ്റെ അടുത്ത് എന്ന് കുറേ നേരം ഇങ്ങനെ കണ്ണടച്ചിരിക്കും, അയാൾ പറയും ഒരു പോയിന്റിലോട്ട് പോ, ഇച്ചിരി കഴിഞ്ഞ് പരിശീലിപ്പിക്കും, അത് വിടും. അതല്ല ധ്യാനം. അത് ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ ആരും അതിന് ധ്യാനമെന്നേ പറയരുത്. പകരം നമുക്ക് ഒരു കാര്യം പറയാം, അത് ധ്യാനം പഠിക്കാനുള്ള ഒരു സ്റ്റെപ്പ് 1-ാം ക്ലാസ്. അല്ലാതെ ഞാൻ മെഡിറ്റേഷൻ നടത്തുന്നു എന്ന് നിങ്ങൾ പറയരുത്. നിങ്ങൾ മെഡിറ്റേഷനിലേക്കുള്ള 1-ാം ക്ലാസ്സിൽ ഇരിക്കുകയാണെന്ന് മാത്രമാണ് പറയേണ്ടത്. ഇനി നിങ്ങൾക്ക് നല്ല മനസ്സിലാക്കാനാ, നമ്മുടെ വാവാ സുരേഷ് നിങ്ങളുടെ വീട്ടിലൊരു പാമ്പ് വന്ന് കയറി, മൂർഖൻ വാവാ സുരേഷ് ആ പാമ്പിനെ പിടിക്കാൻ വരുമ്പോഴോ മറ്റെന്തെങ്കിലും ചിന്തയുണ്ടോ? ആ പാമ്പ് ഇങ്ങനെ പത്തി വിടർത്തിരിക്കുമ്പോൾ അവനെ പിടിക്കാൻ വാവാ സുരേഷ് ഇങ്ങനെ വരികയാണ്, വേറെ എന്തെങ്കിലും വാവാ സുരേഷ് ചിന്തിക്കുവോ? അപ്പൊ അയാള് ധ്യാനത്തിലാണ്. ഇതാ ബുദ്ധൻ പറഞ്ഞത്, നീ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും. പക്ഷെ പ്രശ്നം എന്താ, പാമ്പിനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വാവാ സുരേഷ് നടക്കുമ്പം വേറെ 1000 വേണമെങ്കിൽ ഈ പിടിച്ച കാര്യങ്ങൾ വരെ ആലോചിച്ചുകൊണ്ട് കിടക്കും. അപ്പൊ ഏതൊരു പ്രവൃത്തിയും ഇതുപോലെ അതിൽ മാത്രം ശ്രദ്ധീകരിച്ച് ചെയ്താൽ അത് ധ്യാനം. അത് ധ്യാനത്തിലേക്കുള്ള കാൽവയ്പ്പാണ്. അങ്ങനെ പതുക്കെ പതുക്കെ ചിന്തകൾ ഇല്ലാതാകും. അല്ലാതെ ധ്യാനിക്കാൻ ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയിരുന്ന് നിങ്ങൾ മെഡിറ്റേഷൻ ശീലിക്കേണ്ട കാര്യമില്ല. അവിടെ നിന്ന് ഒരു ഇച്ചിരി നേരം. അപ്പം നിങ്ങൾ ഒരു പ്രവൃത്തിയും ആത്മാർത്ഥതയോടുകൂടി അല്ല എന്ന് ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്നത്. നിങ്ങളിപ്പോൾ സ്റ്റെപ്പ് കയറുകയാണ്, ആത്മാർത്ഥതയോടുകൂടിയാണെങ്കിൽ ആ ഓരോ കാലം ശ്രദ്ധിച്ചു വെച്ചല്ലേ പോകേണ്ടത്. നിങ്ങൾ കുളിക്കുകയാണ്, ആത്മാർത്ഥതയോട് കുളിക്കുകയാണെങ്കിൽ ആ വെള്ളം കോരി ദേഹത്തൊഴിച്ച് ആസ്വദിച്ചല്ലേ കുളിക്കേണ്ടത്, വേറെ 1000 ചിന്തയില്ലേ. ഈവൻ ഭക്ഷണം കഴിക്കുമ്പം പോലും നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടി അല്ലല്ലോ കഴിക്കുന്നത്, വേറെ എന്തൊക്കെ ചിന്തിക്കും. പാചകം ചെയ്യുമ്പോൾ പോലും നിങ്ങൾ എന്തൊക്കെ ചിന്തിക്കും. അപ്പൊ ഇന്നു തൊട്ട് ബുദ്ധൻ പറയുന്നു, നിങ്ങൾക്ക് ചിന്തകളെ ഇല്ലാതാക്കാനുള്ള എളുപ്പ വഴി ഓരോ പ്രവൃത്തിയും ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് മറ്റൊന്നും ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തു പറ്റും? ചിന്തകൾ ഒന്നൊന്നായി ഉടങ്ങും, ഇല്ലാതാകും. ആഹാരം കിട്ടാതായി മനസ്സ് ക്ഷയിക്കും. വളരെ പെട്ടെന്ന് ചിന്തകൾ മുഴുവൻ ഇല്ലാതായിട്ട് നിങ്ങൾക്കും ഒരു ബുദ്ധനായി മാറാം. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ബോധോദയം നേടിയ ഒരു സെൻഗുരു, ആ സെൻഗുരുവിനോട് തൻ്റെ ശിഷ്യൻ ചോദിച്ചു, ബോധോദയം കിട്ടുന്നതിന് മുമ്പ് അങ്ങ് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ബോധോദയം കിട്ടുന്നതിന് മുമ്പ് ഞാനൊരു ചെരുപ്പ് കുത്തിയായിരുന്നു. അപ്പോൾ ശിഷ്യൻ ചോദിച്ചു, ബോധോദയം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അങ്ങ് എന്ത് ചെയ്യുന്നു? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇപ്പോഴും ഞാൻ ചെരുപ്പ് കുത്തുന്നു. ഒരേ ഒരു വ്യത്യാസം, എനിക്ക് ബോധോദയം കിട്ടുന്നതിന് മുമ്പ് ഞാൻ ചെരുപ്പ് കുത്തുന്ന അവസരത്തിൽ 1000 കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ് ചെരുപ്പ് കുത്തുന്നത്. എനിക്ക് ജ്ഞാനോദയം കിട്ടിക്കഴിഞ്ഞപ്പോൾ ചെരുപ്പ് കുത്തുന്ന അവസരത്തിൽ മറ്റൊന്നും എന്നിലേക്ക് വരില്ല. ഇതാണ് ജ്ഞാനോദയം കിട്ടാത്ത ആളും കിട്ടിയ ആളും തമ്മിലുള്ള വ്യത്യാസം. കണ്ടോ? നിങ്ങൾ ജ്ഞാനോദയം കിട്ടിയ ആളും സാധാരണ ആൾക്കാരെ പോലെ പ്രവർത്തിക്കും. പക്ഷേ എല്ലാം ആ ഏത് നടക്കുമ്പോൾ നടക്കുക, ഇരിക്കുമ്പോൾ ഇരിക്കുക, അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും എന്താകാം? മറ്റൊരു ബുദ്ധനായി മാറാം. അപ്പൊ ധ്യാനം അല്ലെങ്കിൽ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ, ശ്രദ്ധിച്ചു കേട്ടോ, ബുദ്ധൻ ഉഗ്രൻ വ്യാഖ്യാനം തരികയാണ്. ലോകത്തിന്ന് വരെ ഒരു സൈക്കോളജിസ്റ്റ് പോലും പറയാത്ത വ്യാഖ്യാനമാണ് ബുദ്ധൻ തരുന്നത്. ധ്യാനം അഥവാ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്നു, അല്ലെങ്കിൽ മനസ്സിനെ ഉപേക്ഷിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ നിന്ന് മനസ്സില്ലായ്മ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മൈൻഡിൽ നിന്ന് നോ മൈൻഡിലേക്ക് കയറും.
അങ്ങനെ മൈൻഡിൽ നിന്ന് നോ മൈൻഡിലേക്ക് കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥ, ആ അവസ്ഥയുടെ പേരാണ് ധർമ്മ. പിടികിട്ടിയല്ലോ? നിങ്ങൾ ഏതൊരു പ്രവൃത്തിയും ആത്മാർത്ഥതയോടുകൂടി ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സില്ലാതായി മാറുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു 5 കാര്യങ്ങൾ ഇതുപോലെ മറ്റൊന്നും ചിന്തിക്കാതെ ചെയ്താൽ മതി. പതുക്കെ പതുക്കെ അതൊരു ശീലമായി വന്ന് 1 വർഷത്തിനുള്ളിൽ ഈ മനസ്സ് പൂർണ്ണമായും ഇല്ലാതാകും. അങ്ങനെ മനസ്സിൽ നിന്ന് മനസ്സില്ലാതായി തീരുന്ന അവസ്ഥ, ആ അവസ്ഥയിലാണ് നിങ്ങൾ ഗാഠനിദ്രയിൽ അനുഭവിച്ച ആനന്ദം അനുഭവിക്കുന്നത്. ആ അവസ്ഥയാണ് ബുദ്ധൻ കണ്ടത്. അങ്ങനെ പൂർണ്ണമായും മനസ്സ് ഇല്ലാതാകുന്ന അവസ്ഥയ്ക്ക് ധർമ്മ എന്ന് പറയും. ഇനി മൈൻഡിൽ നിന്ന് നോ മൈൻഡിലേക്കുള്ള യാത്രയുണ്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ എൻ്റെ മനസ്സിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഞാൻ കുളിക്കുമ്പം ബലം പ്രയോഗിച്ച് എന്താണ് വേറൊന്നും ചിന്തിക്കാതെ കുളിക്കുക മാത്രം ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ അറിയാതിച്ചിരി ചെയ്തു പോകും. അപ്പം ഞാൻ വിചാരിക്കും, ശുശോ ഞാൻ ആത്മാർത്ഥതയോടുകൂടി അല്ലല്ലോ ചെയ്തത്. അത് കഴിയുമ്പോൾ ഞാൻ വെണ്ടയ്ക്ക അരിയാനിരിക്കുമ്പം ഞാൻ അതിലേക്ക് പോകും. ഇതിനെ വിളിക്കുന്ന പേര് സ്റ്റെപ്പ് അല്ലെങ്കിൽ പദ. നിങ്ങൾ നടത്തുന്നത് ഈ പദയാണ്. ഇവിടെ നിങ്ങൾ മെഡിറ്റേഷൻ എന്നും പറഞ്ഞ് ഒരു സാറിൻ്റെ അടുക്കൽ ഇരിക്കുന്നത് ഈ പദയാണ്. അതൊരു സ്റ്റെപ്പാണ്. അത് മെഡിറ്റേഷനിലേക്കുള്ള ഒരു പരിശീലനമാണ്. മെഡിറ്റേഷൻ ആയില്ല. പക്ഷെ നിങ്ങൾക്ക് അതുകൊണ്ടൊന്നും ഒരു കഥയുമില്ല. ഇത് കേൾക്കുമ്പോൾ മെഡിറ്റേഷൻ പഠിപ്പിക്കുന്ന സാറന്മാരെല്ലാം കൂടെ കേൾക്കും. കാരണം അവരുടെ കഞ്ഞുകൂടി മുട്ടും. സത്യത്തിൽ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ പോയി നിങ്ങൾ ഇത്രയും നാളിരിക്കുന്നു, ഇന്ന് വരെ നിങ്ങൾക്ക് ഇതേ കണക്ക് ഈ മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് വന്ന് കുളിക്കുമ്പോൾ കുളിക്കുന്നത് മാത്രവും പിന്നെ മലക്കറി അരിയുമ്പോൾ അത് മാത്രവും ഒന്നും ചിന്തിക്കാതെ ജീവിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് നടക്കില്ല. മെഡിറ്റേഷൻ ആ നടക്കുന്ന സമയത്ത് നിങ്ങളിരിക്കും. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ നിങ്ങൾക്ക് വീണ്ടും ഓരോ കാര്യങ്ങളാണ്. കൊച്ചി ഇറക്കം വഴക്ക് പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്താൽ അവനെ ഉടനെ വഴക്ക് പറയും. അപ്പോൾ അതുകൊണ്ട് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയും പോകണ്ട, സ്വയം ഇതുപോലെ ചെയ്താൽ മതി. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ആത്മാർത്ഥതയോടുകൂടി ചെയ്യണം. അപ്പം മൈൻഡ് ഇല്ലാതാകും. ആ മനസ്സില്ലാതാക്കാൻ വേണ്ടി കുളിക്കുമ്പം കുളിക്കുക മാത്രം, നടക്കുമ്പം നടക്കുക മാത്രം, തിന്നുമ്പം തിന്നുക മാത്രം, അതിന് പദ. അങ്ങനെ പദം വെപ്പിലൂടെ നിങ്ങൾ ധർമ്മത്തിലേക്ക് കയറുന്നതാണ് ധർമ്മപദ എന്ന് ബുദ്ധൻ നമ്മളോട് പറയുന്നു. അപ്പോൾ ഇത് പിടികിട്ടിയല്ലേ നിങ്ങൾക്ക്? അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ മൂവിങ് ഫ്രം മൈൻഡ് ടു നോ മൈൻഡ്. മൂവിങ് ഫ്രം മൈൻഡ് ടു നോ മൈൻഡ് ഈ സ്റ്റെപ്പ്. മനസ്സ് ഇപ്പോൾ ഉണ്ട്. ഇപ്പം എനിക്ക് മനസ്സുണ്ട്. ഞാൻ പലപ്പോഴും അറിയാതെ ഓരോന്നും ചിന്തിക്കും. അത് ഞാൻ ഇല്ലാതാക്കി ഓരോ പ്രവൃത്തിയും ആത്മാർത്ഥതയോടുകൂടി ചെയ്ത് എന്നിൽ 10,000 ചിന്തകളുണ്ടെങ്കിൽ കുറച്ച് 5ആയി 10ആയി, പിന്നെ അവസാനം ഇനി 4ആയി, അങ്ങനെ മനസ്സിനെ കുറച്ച് കൊണ്ടുവരുന്നതിനെയാണ് പദ. അതാ മൈൻഡിൽ നിന്ന് നോ മൈൻഡ്. മൂവിങ് ഫ്രം മൈൻഡ് ടു നോ മൈൻഡ് ഈസ് സ്റ്റെപ്പ്. അത് പദ. പിന്നെയോ ഗോയിങ് ഔട്ട് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ ഡ്രോപ്പിംഗ് ദ മൈൻഡ്. ഡ്രോപ്പിംഗ് ഇല്ലാതാക്കുക. മനസ്സിനെ പൂർണ്ണമായി ഇല്ലാതാക്കുന്നത് ധർമ്മം. ഇത് രണ്ടും ചേരുമ്പോൾ ധർമ്മപദം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മനസ്സിനെ പൂർണ്ണമായി ഇല്ലാതാക്കുന്ന സ്റ്റെപ്പാണ് പദ. അത് പൂർണ്ണമായി ഇല്ലാതായി കഴിയുമ്പോഴുണ്ടാകുന്ന അവസ്ഥയാണ് ധ്യാനം അഥവാ ധർമ്മ. ആ ധർമ്മയാണ് ധ്യാനം. അതുകൊണ്ടാണ് ഈ പുസ്തകത്തിന് ശ്രീബുദ്ധൻ ധർമ്മപദം എന്ന പേരിട്ടിരിക്കുന്നത്. അപ്പോൾ 1-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് മനസ്സിലായല്ലോ. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അതാണ് നിങ്ങൾ. കാമുകനെ കുറിച്ച് ചിന്തിച്ചാൽ കാമുകനായി. നിങ്ങൾക്ക് ദേഷ്യം വരുന്ന അവസരത്തിൽ നിങ്ങൾ ക്രൂരനായി. ഈ ചിന്തകളെ ഇല്ലാതാക്കുന്ന വിധം ഞാൻ പറഞ്ഞു തന്നു. നിങ്ങൾ ഇത് പെട്ടെന്നൊന്നും നിങ്ങൾക്ക് പറ്റില്ല. അപ്പം നിങ്ങൾ നിരാശരാകരുത്. അയ്യോ എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ. ഒരു ദിവസം ഒരു കാര്യമെങ്കിലും ബോധപൂർവം ചെയ്യും. തിങ്കളാഴ്ച ദിവസം ഒറ്റ കാര്യം ബോധപൂർവം ചെയ്യും, മതി. ബാക്കി വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കുക. ചൊവ്വാഴ്ച ദിവസം 2 കാര്യം ബോധപൂർവം ചെയ്യും. ബോധപൂർവം എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥതയോടുകൂടി. അപ്പം ആത്മാർത്ഥത എന്താണെന്ന് മനസ്സിലായില്ലേ? ഒരു ഡോക്ടർ ഹൃദയ ശസ്ത്രക്രിയ നടത്തുമ്പോൾ ആത്മാർത്ഥതയോടുകൂടി ചെയ്തില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ മറ്റ് ചിന്തകൾ കയറി വന്നാൽ ആത്മാർത്ഥതയില്ല. അങ്ങനെ ചെയ്യും. അങ്ങനെ ഓരോ ദിവസം കൂട്ടിക്കൊണ്ടുപോവാം. ബുധനാഴ്ച ദിവസം 3 കാര്യങ്ങൾ,
ആത്മാർത്ഥതയോടുകൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്കിത് പ്രാപിക്കാൻ പറ്റും. ഇതാണ് ശ്രീബുദ്ധൻ്റെ ഒന്നാമത്തെ ശ്ലോകം. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എങ്കിലും വലിയ തത്വങ്ങളാണ്. നിങ്ങൾക്ക് മനസ്സിലാകാതെ 1000 സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി. 9645333999 ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഭഗവാൻ ശ്രീബുദ്ധനും ഗുരുവായൂരപ്പനും രാധാറാണിയും അനുഗ്രഹിച്ചാൽ നമുക്ക് വീണ്ടും വരാം. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ഓം മണിപത്മേ ഹും. ഈ മണിപത്മേ ഹും എന്ന് പറഞ്ഞാൽ ബുദ്ധന്റെ മന്ത്രമാണ്. ബുദ്ധിസ്റ്റുകൾ ഉപയോഗിക്കുന്ന മന്ത്രമാണ്. ബുദ്ധം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത